ഉന്നത പഠനത്തിനായി മലയാളികളടക്കമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ നാടുവിടുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്തെയും തൊഴിൽ വിപണിയെയും സാരമായി ബാധിക്കുമെന്ന ആശങ്ക സജീവമാണ്. കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നും വിദേശ പഠനത്തിനായി പോയ കുട്ടികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായെന്ന കേരള മൈഗ്രേഷൻ റിപ്പോർട്ടും ഏറെ ചർച്ചയായി. വിദേശ ഉന്നത പഠനത്തിനായി പോകുന്ന കുട്ടികളിൽ ഭൂരിഭാഗവും തിരികെ വരില്ലെന്ന റിപ്പോർട്ടും ആശങ്കയുണ്ടാക്കിയിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്നടക്കമുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിദേശ പഠനത്തിൽ കുറവുണ്ടായെന്നാണ് പുതിയ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. 2023 12 ലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിനായി രാജ്യം വിട്ടുവെന്നാണ് കണക്ക്. കഴിഞ്ഞ വർഷം ഇത് 15 മുതൽ 20 ലക്ഷം വരെയാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ വിദേശ വായ്പാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗ്യാൻധാൻ 2024 മാർച്ച് മുതൽ മെയ് വരെ നടത്തിയ പഠനം ഈ കണക്കുകളെ തിരുത്തുന്നു. തൊട്ടു മുമ്പത്തെ വർഷത്തെ സമാന കാലയളവ് പരിശോധിച്ചാൽ വിദേശ പഠനത്തിനായി വായ്പ എടുക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ 22% കുറവുണ്ടായെന്നാണ് കണ്ടെത്തൽ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശത്ത് പോകുന്ന തെലങ്കാനയിൽ 30%, ഗുജറാത്തിൽ 35% കുറവുണ്ടായി. കേരളത്തിൽ നിന്നുള്ള വായ്പകളുടെ എണ്ണത്തിൽ 12.39% കുറഞ്ഞതായും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായ കുറവിന് നിരവധി കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ 3 വർഷമായി മികച്ച തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല. വിദേശ പഠനത്തിൻ്റെ മറുപുറമായി വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഇതാണ്: സാങ്കേതിക മേഖലയിലും വിദഗ്ധ ജോലികളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മാത്രമാണ് മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത്. പല രാജ്യങ്ങളിലും മതിയായ താമസ സൗകര്യം ലഭിക്കാത്തതും വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതലായി എത്തുന്ന രാജ്യങ്ങളിലെ തൊഴിൽ വിദ്യാഭ്യാസ നയങ്ങളിൽ വന്ന മാറ്റവും തിരിച്ചടിയാണ്. വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനുള്ള തീരുമാനം അടുത്തിടെയാണ് കാനഡ നടപ്പിലാക്കിയത്. ഓസ്ട്രേലിയ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറച്ചതിനൊപ്പം ഫീസും ഇരട്ടിയാക്കി. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ കുട്ടികളെത്തുന്ന UK-യും വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനുള്ള നീക്കത്തിലാണ്. തദ്ദേശീയരുടെ തൊഴിലവസരങ്ങൾ വിദേശികൾ കൈയടക്കുമെന്ന പ്രചാരണം US-നെയും കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് നയിച്ചേക്കാമെന്ന് വിലയിരുത്തലുണ്ട്. എന്നാൽ കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾക്ക് ഗ്രീൻ കാർഡ് അനുവദിക്കുമെന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിൻ്റെ വാഗ്ദാനം ആശ നൽകുന്നതാണ്. അതേസമയം വിദേശ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്കും ഗുണകരമല്ലെന്നാണ് വിലയിരുത്തൽ. വിദേശ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാനുള്ള തീരുമാനം പല സർവകലാശാലകൾക്കും തിരിച്ചടിയാണ്. അമേരിക്ക, കാനഡ, UK എന്നിവിടങ്ങളിലെ സർവകലാശാലകൾ പ്രതിസന്ധി മറികടക്കാൻ ജീവനക്കാരെ പിരിച്ചുവിട്ടതും വാർത്തയായിരുന്നു. ഓസ്ട്രേലിയയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കണമെന്നാവശ്യപ്പെട്ട് യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നി അടുത്തിടെ രാജ്യത്തെ വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചിരുന്നു. സർവകലാശാലയുടെ വരുമാനത്തിൻ്റെ 40% വിദേശ വിദ്യാർത്ഥികളെ ആശ്രയിച്ചാണെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോഴത്തെ പ്രതിസന്ധി വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകുമെന്നാണ് വിലയിരുത്തൽ. വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് അനാരോഗ്യകരമായ വിപണി പ്രവണതകൾ ഇല്ലാതാക്കും. മികച്ചതും കുറ്റമറ്റതുമായ സേവനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വാഗ്ദാനം ചെയ്യാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന വിലയിരുത്തലുമുണ്ട്.